ഭഗവത്പാദം ഭക്തി ആദരവപൂർവ്വം നമസ്കരിച്ചുകൊണ്ടും സംഘത്തിലുള്ള നാമാചാര്യൻ നിയമാചാര്യന്മാരെ വണങ്ങിക്കൊണ്ടും അതിലേക്ക് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ മനസ്സിൽ നമിച്ചുകൊണ്ടും എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. 2024 ഡിസംബർ 7-ാം തീയതി സംഘത്തിലെ മുൻ കർമ്മകർത്താവായ സ്വാമി ധർമാനന്ദജിയുടെ സമാധി ദിനമായിരുന്നു. 3-ാം വാർഷികമായിരുന്നു. അതിനോടനുബന്ധിച്ച് നടന്ന ആരാധനയിലെ വിശേഷങ്ങളും ചില അനുഭവങ്ങളും പങ്കുവയ്ക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പ്രഭാതത്തിൽ 5 മണിക്ക് തന്നെ തുടങ്ങിയ ഗുരുപൂജയും പുഷ്പാർച്ചനയും ആരാധനയും സ്വാമിമാരായ മംഗളാനന്ദ സ്വാമി അവറുകളും ധർമാനന്ദ സ്വാമി അവറുകളുമാണ് നയിച്ചത്. പ്രഭാത ആരാധനയ്ക്ക് ശേഷം തുടർന്ന് ഉച്ചസമയത്ത് ആത്മീയ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഗുരു ജന്മമെടുക്കുന്ന സമയത്ത് ഈ പ്രകൃതി ലോകത്തിൽ സർവ്വമതങ്ങളുമുണ്ട്, സർവ്വജാതികളുണ്ട്, ജാതി കോമരങ്ങളുണ്ട്, സർവ്വവേദങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്. ഇതെല്ലാം ഉള്ള കാലത്ത് തന്നെയാണ് മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനവധിയായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ശ്രീ ശിവാനന്ദ ഗുരുദേവൻ ജന്മമെടുക്കുന്നത്. എന്തായിരിക്കും കാരണം? ഇത്രയും വേദങ്ങളും ആദർശങ്ങളും ഒക്കെ മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് ഒരു പുണ്യഗുരു ജന്മമെടുക്കാനുണ്ടായ കാരണമുണ്ട്. എന്താണ് എന്റെ ആവശ്യം? ആത്മമിത്രങ്ങളെ, ശിവാനന്ദ ഗുരുദേവൻ ഇവിടെ ഭൗതിക സംഘടനയാണോ സ്ഥാപിച്ചത്? ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമാണോ സ്ഥാപിച്ചത്? ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണോ സ്ഥാപിച്ചത്? നാം അല്പമെങ്കിലും ചിന്തിക്കുക. ഇവിടെ ഭൗതിക പ്രസ്ഥാനം സ്ഥാപിക്കണമെങ്കിൽ ഗുരുവിന് കഠിന തപസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, കഠിന പ്രയത്നം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു, തന്റെ മാതാപിതാക്കളെ ഒഴിവാക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഇവിടുന്ന് കാൽനടയായി കിഴക്കൻ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അവിടെ പോയിരുന്ന് തന്നെ സമ്പൂർണ്ണ നയിക്കുന്ന തപസ്സിനെ പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. തന്റെ ഉള്ളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ബോധം വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ പാപ്പനായി ജന്മമെടുത്ത് തിരുകർമ്മങ്ങളിൽ കൂടി 7ാമത്തെ വയസ്സിൽ കണ്ട ദിവ്യമായിരിക്കുന്ന പ്രകാശത്തിൽ കൂടി അതിന്റെ പൂർണ്ണതയ്ക്കായി കർമ്മത്യാഗം കൊടുത്തി തപസ് പൂർണ്ണമാക്കി ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു വന്നൊരു പരമാർത്ഥമുണ്ട്. ആ പരമാർത്ഥത്തെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നത്. ആ പരമാർത്ഥം പറയാൻ ആ ആദർശ വഴിയാണ്. ഈ ആദർശത്തെയാണ് ലോകത്തിൽ പ്രചരിപ്പിക്കേണ്ടത്. ഇത് പറയാനുള്ള ആത്മീയ ധാർമ്മികത നമുക്കുണ്ടാകണം. കാരണം സൃഷ്ടാവ് എഴുതിയിരിക്കുന്നു, പല പല ജന്മങ്ങളെടുത്ത് പല പല വേഷങ്ങൾ കണ്ടോ, വേഷങ്ങളെടുത്ത് ഇവിടെ കടന്നു വന്ന് അറിവ് എന്ന് പറയുന്നത് കാലാനുസൃതമാണ്, കാലത്തിനനുസരിച്ചാണ്. നമ്മുടെ കലിയുഗത്തിന്റെ അന്ത്യകാലത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കലിയുഗമായി വ്യാപിച്ചിട്ട് എത്ര വർഷമായി? 5400 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കലിയുഗം വ്യാപിച്ചിട്ട്. ഈ 5400 വർഷമായോ നിങ്ങൾ ജന്മം എടുത്തിട്ട്? ഇരിക്കുന്ന ജന്മം എടുത്തിട്ട് എത്ര വർഷമായി? ഒന്നുമില്ല, ഇങ്ങനെ പുറപ്പെട്ട എല്ലാവരും എണ്ണാൻ തുടങ്ങി എനിക്കറിയാം. അപ്പൊ ഇവിടെ 5400 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 5400 വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദൈവം വീണ്ടും ഇന്ന് ഇവിടെ കാത്തിരിക്കുന്നത് കാണുവാൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നലെ വരെയുള്ള വേദപ്രമാണങ്ങൾ പറയാനാണ് എങ്കിൽ, ഇന്നലെ വരെ വേദപ്രമാണങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പറയാനാണെങ്കിൽ വേറൊരു ഗുരുവിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? വേറെ ഒന്നും പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഭാഗവതം പറയാമെന്ന ആളല്ല, രാമായണം പറയാമെന്ന ആളല്ല, മഹാഭാരതം പറയാമെന്ന ആളല്ല, വേദങ്ങൾ പറയാനോ ഉപനിഷത്തുകൾ പറയാനോ വന്ന ആളല്ല. പിന്നെ എന്ത് പറയാൻ വന്നവരാണ്? ഇതിലൊന്നും പറയാത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആര് പറയാണ്? ഭഗവാൻ ഗുരുരൂപേണ നരലോകത്തിൽ വന്ന് പറയാണ്. ഇതിലൊന്നും പറയാത്ത ചില കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. അത് പറയാൻ വന്നവനാ ശിവൻ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് അതാ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഇന്നലെ വരെ ഇവിടെയുള്ള സകല നീ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് സത്യധർമ്മങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ അപ്പോഴും ഞാനൊരു കാര്യം മറവാക്കി വെച്ചിരിക്കുന്നു. എന്താ പറഞ്ഞേ? എന്നോട് ജന്മം ദൈവത്തിലാകുന്നു,
പൊതുജനത്തെ വിവക്ഷിച്ച് ആത്മീയ സ്വർഗീയ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ എന്റെ ആദർശ വഴികൾ തുറക്കുവാൻ ഇന്നുവരെ ആത്മബോധോദയ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ശേഷം വളരെ അനുഗ്രഹപ്രദമായ ഒരു ആരാധനയിൽ പങ്കുകൊള്ളുവാൻ സാധിച്ചതിൽ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ വളരെയധികം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ സംഘത്തിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. മുൻ കർമ്മകർത്താവും അടിയൻ്റെ വല്യച്ഛനുമായ സ്വാമി ധർമാനന്ദജിയും അടിയൻ്റെ പിതാവായ ഡോക്ടർ M.R. വേലായുധനും അവരുടെ സഹോദരങ്ങളും സന്യാസിനിയമ്മയായ ലക്ഷ്മിയമ്മ ഉൾപ്പെടെ ഭഗവാനെ കണ്ടിട്ടുള്ളതാണ്. അവരിൽ നിന്ന് ഒത്തിരി അത്ഭുത പ്രവർത്തികൾ അടിയനെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കൂടെ സഞ്ചരിച്ച കുറച്ച് സന്യാസിമാരുടെ കൂടെ അടിയന് അടുത്തിടപഴകുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു മഹാ അത്ഭുതത്തിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഭഗവാന്റെ തിരു അവതാര കാലത്ത് ഒരു ഭക്തയുണ്ടായിരുന്നു. ആ ഭക്തയ്ക്കൊരു മകളുണ്ട്. അവർ ആശ്രമ അങ്കണത്തിൽ പല ജോലികളും ചെയ്യുമായിരുന്നു. മുറ്റം അടിച്ചു വാരുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ഭക്തയുടെ മകൾ ഗർഭിണിയാകുകയും ആ ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞ് ജനിക്കുകയുണ്ടായി. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ വായില്ലായിരുന്നു. അന്നത്തെ കാലത്ത് തേൻ അരച്ചു കൊടുക്കാനും എല്ലാം ശ്രമിച്ചു നോക്കി, വെള്ളം കൊടുക്കാൻ ശ്രമിച്ചു നോക്കി, ഒന്നും നടന്നില്ല. അപ്പം ഈ ഭക്ത ഈ കൈക്കുഞ്ഞിനെയും ചെറുപങ്കരായ കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഭഗവാൻ സന്നിധിയിലേക്ക് കൂടി വന്നു. അപ്പോൾ ഭഗവാനോട് ആവലാദികൾ പറഞ്ഞു. ഭഗവാൻ കുഞ്ഞിനെ ദർശിച്ചതിന് ശേഷം പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊണ്ടുനിന്ന് മുലപ്പാൽ നൽകുവാനായിട്ട് ചരിച്ച് കിടത്തുക, ഒരു തുണി മൂടി ഇട്ടിരിക്കുക. ഇത് നടന്നത് ഏകദേശം രാവിലെ സമയത്താണെങ്കിൽ രാത്രി 10 മണിയായപ്പോഴേക്കും കുഞ്ഞ് കരയുകയും പാല് കുടിക്കുകയും മലമൂത്ര വിസർജനം ചെയ്ത് ആരോഗ്യപരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത ഒരു മഹാ അത്ഭുതം കുറേ പേർക്കെങ്കിലും സംഘത്തിൽ അറിയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതെന്തിനു പറയുന്നതെന്നല്ലേ ഈ കഥ? അതായത് എൻ്റെ അറിവിൽ ഭഗവാൻ അനേക അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് അത് അനുഭവിച്ച് ജീവിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെയാണ് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഏകദേശം 87 വയസ്സുള്ള ഭക്തൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേര് വെച്ചിട്ട് ഇരവ ഗോപാലകൃഷ്ണൻ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കഥയിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭഗവാൻ സമാധിയായ സമയത്ത് ഭഗവാന് ഭക്തജനങ്ങളിൽ നിന്നും വേറിട്ട് പോകാൻ ഭയങ്കര ദുഃഖമായിരുന്നു. അതേപോലെ തന്നെ ഭക്തജനങ്ങൾക്കും. അപ്പോൾ ഭഗവാൻ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഭഗവാൻ ഒരു കാര്യം ഭക്തജനങ്ങളോട് അറിയിക്കുകയുണ്ടായി. ഭഗവാന്റെ സമാധി സമയത്ത് ആരും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഭഗവാന്റെ കർമ്മം ചെയ്യുവാൻ ഒരു കുട്ടി വരും. ആ കുട്ടിയെ കൊണ്ട് വേണം കർമ്മം ചെയ്യിക്കുവാൻ. അത് ഏത് കുട്ടിയാണെന്ന് മനസ്സിലായല്ലോ. ഭഗവാൻ തന്നെ നൽകിയ കുട്ടിയെ കൊണ്ടാണ് അവസാന കർമ്മങ്ങൾ ചെയ്യിച്ചത്. അപ്പോൾ ഭക്തജനങ്ങൾ ചോദിച്ചു, അതെങ്ങനെയാണ് പോയി വിളിച്ച് കൊണ്ടുവരണോ? ഇല്ല, സമയമാവുമ്പോൾ വരും എന്നാണ്. അത്രയേറെ മഹാഭാഗ്യം ഉണ്ടായ ആ ഭക്തനെ നമ്മളുടെ ആശ്രമത്തിൽ ആദരിക്കുകയുണ്ടായി. ഞാൻ ഈ കഥ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ ആ ഭക്തനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് വീഡിയോയിലൂടെ. ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ട് ആ കഥ നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും എന്നുള്ള ഒരു ശങ്കയിലാണ് ഞാനിതാദ്യമേ വ്യക്തമായി ഒന്ന് പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് ആ ഭക്തനെ പരിചയപ്പെടാം. അവരെ അമ്മയെ കൂടി ചേർന്ന് അവർ ജോലിയൊക്കെ ചെയ്യും. അപ്പം കുഞ്ഞിനെ ചോദിക്കുകയും ചക്കവായൊക്കെ ചെയ്യും. കുട്ടി നടന്നു അത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ട് അതായത് വലിയ അമ്മമ്മയെന്ന് കാരണം സാരമില്ല എന്ന് കുറേ പറഞ്ഞു. അത് ഐശ്വര്യം അത് വയ്യാത്ത രണ്ടകത്തിലേക്കായി. അത് ചൂട് വെക്കുക, വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്തു. അത് ചെയ്ത പ്രസവിച്ചപ്പോൾ വെളുപ്പാൻ ആദ്യം ഒരു തുടങ്ങി വായി മാറ്റം മാത്രമേ വായില്ലാത്തവന് കുഞ്ഞ് കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം? സാരമില്ലെന്ന് മാറിക്കുന്നു എന്ന് പറഞ്ഞേക്കാൻ കഴിക്കും.
എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? വെളുപ്പക്കാരനായി പറയുന്നത് നേരം വെളുക്കുന്നതിന് മുമ്പേ കുഞ്ഞിനെ മുമ്പ് നിങ്ങൾ സാമയം എടുക്കുക. വെളുക്കുന്ന സാധനം എടുത്തിരണം. വെളുക്കുന്നതിന് മുമ്പ് സാമയം എടുക്കുകയാണ്. അന്ന് ഈ ആസം കൊണ്ട് വിശ്വാസം കഴിഞ്ഞതേ ഉള്ളൂ. ആരും പേര് സമാധി ഇനി അലസത് കുട്ടമ്പേരില്ല ചെറുപോലെ ചെറുപോലെ എന്നൊക്കെ മറ്റേ കല്ലുമേല് കല്ലുമേൽ തെറ്റാ കടമില്ല കുളിക്കുന്ന എനിക്ക് കേട്ടു. ശുഭാനന്ദ ഗുരുദേവൻ എന്തോ പറഞ്ഞു? അതോടെ അത് പറയാൻ പോവാ വലിയ കഥ. എന്നാ കണ്ടു പറഞ്ഞു നിങ്ങളൊന്നും സഹോദരി അമ്മയെ സഹോദരി സഹോദരി ഒന്നും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കരയത് കരിനൊക്കെ കരയോടെ കഴിഞ്ഞാൽ അവിടെ പറഞ്ഞതാണ് സന്തോഷമായിട്ട് പിന്നെ വീട്ടിൽ പിന്നെ അമ്മയെ കഴിച്ച് കൊണ്ടുവന്നു കഴിച്ച് അമ്മ ചരിഞ്ഞ് നടക്കാൻ പറഞ്ഞു. അമ്മയെ കഴിച്ച് കഴിക്കുന്നു പിന്നെ കഴിച്ചു കഴിച്ച് വെച്ച് ഒരു മുണ്ടിട്ട് അത് മൂടി വെക്കണം. നിങ്ങൾക്കല്ല മൂടിയായിട്ട് പിന്നെ ഇതിലൊക്കെ മൂന്നാമത് മൂടി വെക്കാനാണ്. അവൻ തന്നെ കരയുമ്പോഴേ അപ്പം അവനെന്ന് പറഞ്ഞ ഭാഗമാണ് പെണ്ണാവ് തിരിഞ്ഞു. അവൻ തന്നെ കരയുമ്പോഴേ എടുക്കാൻ തുണി എടുക്കാവും. അപ്പം അമ്മ കത്താറ് കൂടൊക്കെ ആകുന്നവരെ കാത്തിരും എടുക്കാൻ കാത്തിരും. കത്താറ് നോക്കാൻ കുഞ്ഞമ്മയൊക്കെ ഉണ്ടോ കാത്തി അപ്പം പിന്നെ അമ്മയും കാവലിരിക്കും കാത്തി ഇതുമായി എന്തായാലും കുഞ്ഞു കാര്യം നടക്കുമെന്നില്ല. കുഞ്ഞു കാര്യം 10 മണിയൊക്കെ ആയപ്പോൾ രാത്രി രാവിലെ തൊട്ട് തുടങ്ങി. അവരിൽ വന്നപ്പോൾ വിജയായി വിജയായി അവരും ശരി കിട്ടിയ മഹയൊക്കെ കഴിയും. അമ്മ കിടന്നുകൊണ്ട് പറഞ്ഞു ഇനിയും പേടിക്കാമെന്ന് അമ്പത്തിന് പറഞ്ഞു ഇനിയും പേടിക്കാമെന്ന്. നേരം വല്ല തൂരി പെടുത്തു എല്ലാം ചെയ്തു. തുടർന്നുള്ള ആത്മീയ പ്രഭാഷണത്തിൽ വളരെ നല്ല പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ നല്ല ഒരു സമൂഹ ആരാധനയോടുകൂടി അന്നത്തെ ദിവസം ഭക്തജനങ്ങൾക്ക് ശുഭാനന്ദത്തിൽ ആറാടി ഭഗവാനു വേണ്ടി തൻ്റെ ആത്മാവും ശരീരവും സമർപ്പിച്ച കർമ്മകർത്താവായ സ്വാമി ധർമാനന്ദജിയുടെ സമാധിയുടെ വാർഷികം അടിയങ്ങൾക്ക് ആത്മീയ നിർഭരമാക്കുവാൻ സാധിച്ചതിന് ഭഗവാനോട് കോടാനുകൂടി നന്ദിയോട് സ്തുതിച്ചുകൊണ്ട് അടിയൻ്റെ വാക്ക് ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.